ഹലോ റീഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാട്ടോ. ആസ് എ റീഡർ ഏത് ആപ്പാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്, ലൈക്ക് ടു ട്രാക്ക്? ഒരുപാട് റീഡിങ് ആപ്സ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പോൾ അതിൽ 3 ആപ്സാണ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ട് എനിക്ക് അറിയാവുന്നത്. സോ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അക്കോർഡിംഗ് ടു ഹൗ ഇറ്റ് ഇസ്, അതിൻ്റെ സ്പെഷ്യാലിറ്റി കേട്ടിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങൾ ഏത് ആപ്പാണ് യൂസ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഏതാണ് ആപ്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സോ വിത്തൗട്ട് ഫർദർ ഡു, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് പറയാൻ പോകുന്നത് ഗുഡ് റീഡ്സ്. ഒരുപാട് കാലങ്ങളായിട്ട് ഞാൻ ഉപയോഗിച്ചൊരു ആപ്പാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇമോഷണലി കണക്റ്റ് ആയ ഒരു ആപ്പാണ് കേട്ടോ. അപ്പോൾ ഈ ആപ്പിൽ ഗുഡ് റീഡ്സിൽ നിങ്ങൾക്കൊരു സാധാരണ നിങ്ങൾ ആമസോൺ ഷോപ്പിംഗ് യൂസ് ചെയ്യുന്ന ഒരു ആമസോൺ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് മതി. അത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ ലോഗിൻ ചെയ്യാം. അടുത്തത് പറയേണ്ടത് ഇതിൻ്റെ യു ഐ ഭയങ്കര ഒരു വാം UI ആണ്. പഴയ ബുക്സ് ഒക്കെ നമ്മൾ കാണുമ്പോഴുള്ള ആ ഒരു അണ്ടർ ടോൺ വരുന്ന ഒരു UI ആണ്. പിന്നെ എനിക്കിതിൻ്റെ കളർ സ്കീംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓൾസോ ഒരു നല്ലൊരു വൈബാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വൈബാണ്. അപ്പോൾ ഇത് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലാൻഡ് ചെയ്യുന്നത് ഈ ഒരു പേജിലാണ്. നമ്മൾ ഹോം പേജിലാണ് ലാൻഡ് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്കിതാ ഓരോ മന്തും ഇത് അപ്ഡേറ്റ് ചെയ്യും. ലൈക്ക് ഒരുപാട് റെക്കമെൻഡേഷൻസ് അവർ തരും. ഇവിടെയും വേറെ പേഴ്സണലൈസ്ഡ് റെക്കമെൻഡേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് കറൻ്റ്ലി റീഡിങ്. നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഗുഡ് റീഡ്സിൽ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ചാലഞ്ചാണ്. സോ ഒരു കാര്യം നമ്മൾ എഴുതി കൊടുക്കേണ്ടത് എന്താ വെച്ചാൽ എത്ര ബുക്സാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് 2024 വായിക്കാൻ. അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എഡിറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ അതിനേക്കാളും കൂടുതൽ വായിച്ചാലോ കുറവ് വായിച്ചാലോ ഒന്നും കുഴപ്പമൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ഒരു ആവറേജ് എമൗണ്ട് കൊടുക്കും. അപ്പം ഞാൻ എല്ലാ കൊല്ലം 100 ബുക്സാണ് കൊടുക്കാറ്. പിന്നെ എനിക്ക് ആ ഒരു ടൈം ആകുമ്പോൾ വായിക്കാൻ പറ്റില്ല എന്ന് തോന്നി ഞാൻ ചിലപ്പോൾ കുറക്കും, അല്ലെങ്കിൽ ചിലപ്പം എനിക്ക് അതിലേക്ക് കൂടുതൽ വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ കൂട്ടും. അങ്ങനെയാണ് ചെയ്യാറ്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഞാൻ എല്ലാ 2020, 2021, 2022, 2023 ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിലിപ്പോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്യാത്ത 2020ലാണ്. അപ്പം ആ ഒരു കൊല്ലം എനിക്കധികം ബുക്ക് വായിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്കും ഇതുപോലൊരു ചാലഞ്ച് ചെയ്യാം. അതുപോലെ നമുക്കിതിൽ മൈ ബുക്സ് എന്നുള്ള സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ ബുക്സും കാണാൻ പറ്റും. എല്ലാം നമ്മൾ വായിച്ചത്, വായിക്കാൻ പോകുന്നത്, വായിക്കേണ്ടത്, TBR. പിന്നെ നമുക്കിതുപോലെ ഒരുപാട് ടാഗ്സ്, ഷെൽഫ് ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് വേണ്ടതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഓൾസോ പിന്നെ നമുക്ക് ഇതിൽ കൂടുതലായിട്ട് പറയാനുള്ള ഇതിലെ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് ഗ്രൂപ്പ്സ് ഉണ്ട്, ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ട്. നമുക്ക് വേണ്ട ഗ്രൂപ്പ്സിൽ പോവാം. ഡിസ്കഷൻസ് ഉണ്ട്, പല രീതിയിലുള്ള കമ്മ്യൂണിറ്റീസ്. പിന്നെ ഉള്ളത് ഇപ്പോൾ ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ റെക്കമെൻഡേഷൻസ്. സോ റെക്കമെൻഡേഷൻസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഇവർ റെക്കമെൻഡ് ചെയ്യുന്ന ബുക്സ് ഒരു ഐഡിയ ഇല്ലാത്ത ബുക്സാണ്. ലൈക്ക് നമ്മൾ വായിക്കുന്ന ടേസ്റ്റുമായിട്ട് ഒരു കണക്ഷൻസും ഇല്ലാത്ത ബുക്സാണ് റെക്കമെൻഡ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഞാൻ ഗുഡ് റീഡ്സിൽ റെക്കമെൻഡേഷൻ എന്നുള്ളൊരു ഭാഗം ഞാൻ ചെക്ക് ചെയ്യാറേ ഇല്ല. കൂടുതൽ ഞാൻ ചെയ്യാറ് ഇതുപോലെ ഇങ്ങനെ ഹോമിൽ അടിയിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ എനിക്കിങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ബുക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഈ വോണ്ട് ടു റീഡ് നോക്കിയിട്ട് TBRൽ ആഡ് ചെയ്യും. ഓൾസോ ഇവിടെ നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഉണ്ട്, മെസ്സേജസ് ഉണ്ട്, ഇമെയിൽ ഉണ്ട്. നമുക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് വന്നാൽ ഇവിടെ ആഡ് ചെയ്യാം. സോ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സോഷ്യൽ സൈഡ്. അപ്പോൾ സോഷ്യൽ സൈഡ് ഞാൻ അധികം കണക്റ്റഡ് അല്ല. ഞാൻ കൂടുതലും റീഡ് ചെയ്യുന്നത് ട്രാക്ക് ചെയ്യാനാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര ബേസിക് ആൻഡ് ഈസിയാണ്, നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ആപ്പാണ് ഗുഡ് റീഡ്. ഇനി ഇതിൻ്റെ ഒരു മെയിൻ ഡ്രോബാക്ക് എന്താ വെച്ചാൽ ഈ ഒരു കറൻ്റ്ലി ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ ഞാൻ റേറ്റ് ചെയ്യുമ്പോൾ ഐ കാൺ റേറ്റ് ഹാഫ്. സോ 4.5 അല്ലെങ്കിൽ 4.25 അല്ലെങ്കിൽ 3.5 ഒന്നും ഇതിൽ ചെയ്യാൻ പറ്റില്ല. ഹാഫ് സ്റ്റാർ റേറ്റിംഗ് തീരെ പറ്റില്ല. അതെനിക്ക് തീരെ ഒരു ഇഷ്ടമായില്ല. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഡ്രോബാക്ക് ഞാൻ പറഞ്ഞല്ലോ, റെക്കമെൻഡേഷൻ സ്കീം വളരെ ബാഡാണ്. ലൈക്ക് എന്തൊക്കെയോ ആണ് അവർ റെക്കമെൻഡ് ചെയ്യുക. പോപ്പുലർ ആയിട്ടുള്ള ബുക്സ് കുറേ റെക്കമെൻഡ് ചെയ്യും, അല്ലാണ്ട് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് അവർ റെക്കമെൻഡ് ചെയ്യില്ല. അതുപോലെ വേറൊരു ഡ്രോബാക്ക് ആണ്, ഒരു ആപ്പായിട്ട് ഇത് വെറും വേസ്റ്റാണ്. കാരണം പെട്ടെന്ന് തന്നെ ക്രാഷ് ആവും, പിന്നെ നമ്മൾ ക്വിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ അതുപോലെ നമ്മൾ കമ്മ്യൂണിറ്റിയിലൂടെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഗ്രൂപ്പിലൊക്കെ ഒരുപാടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പൊക്കെ നമ്മൾ ലോഡ് ചെയ്യുമ്പോൾ ലോഡായി കിട്ടില്ല, ഭയങ്കര ലാഗിങ് ആണ്. അപ്പോൾ ആ ഒരു ആപ്പ് എന്നുള്ള സെൻസിൽ ഭയങ്കര വേസ്റ്റാണ്. പക്ഷെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ അധികം
കുഴപ്പമൊന്നുമില്ല. ലൈക്ക് നമുക്ക് ആഡ് ചെയ്യുക, ബുക്സ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ബുക്സ് വായിച്ചത് അപ്ഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ റീഡിങ് ചാലഞ്ചിന് എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യുക. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുമ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. വലിയ ഗ്രൂപ്പ്സ് ഡിസ്കഷൻസിലോട്ടൊക്കെ പോകുമ്പോൾ ആപ്പ് എന്നുള്ള രീതിയിൽ വേസ്റ്റ് ആണ്. അപ്പം ഞാൻ കൂടുതലും വെബ്സൈറ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു വെബ്സൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഗുഡ്രീഡ്സ് അടിപൊളിയാണ്. എനിക്ക് അധികം ഡ്രോബാക്സ് ഒന്നുമില്ല. റെക്കമെൻഡേഷൻസിൻ്റെ ഡ്രോബാക്സ് ഒഴികെ വേറെ അധികം ഡ്രോബാക്സ് ഒന്നും ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. ഒരുപാട് പേര് യൂസ് ചെയ്യുന്നത് ഗുഡ്രീഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫ്രണ്ട്സും സോഷ്യലി നമുക്ക് കുറച്ച് ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഗ്രൂപ്പ്സോ ഒക്കെ ആവണം എന്നുണ്ടെങ്കിൽ അത് ഗുഡ്രീഡ്സിനെ സാധിക്കുള്ളൂ. ബാക്കിയുള്ളതിലൊന്നും ഇത്രയും കൂടുതൽ നമുക്ക് ആൾക്കാരെ കാണാൻ പറ്റില്ല. അപ്പോൾ അവരുടെ റേറ്റിംഗ്, ഞാനൊരു ബുക്ക് വായിക്കുമ്പോൾ ആ ബുക്ക് ഫസ്റ്റ് ഞാൻ ഗുഡ്രീഡ്സിലാണ് സെർച്ച് ചെയ്യുക. എന്നിട്ട് അതിലാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്തൊക്കെ റേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അവർ എഴുതിയിട്ടുള്ള റിവ്യൂ അതൊക്കെയാണ് ഞാൻ ചെക്ക് ചെയ്യുക. കാരണം എനിക്ക് തോന്നുന്നു ബാക്കിയുള്ളതിലൊന്നും ഇത്രയും ആൾക്കാർ റേറ്റിങ്ങോ റിവ്യൂയോ നൽകിയിട്ടില്ല കൂടുതലും. കാരണം ഗുഡ്രീഡ്സ് എത്രയോ കാലം മുന്നേ ഉള്ളതല്ലേ. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിലുണ്ട് എൻഗേജ്ഡ് ആയിട്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യൽ ഗുഡ്രീഡ്സ് ആണ്. അപ്പോൾ കമ്മ്യൂണിറ്റി കാര്യങ്ങൾക്ക് ബെസ്റ്റാണ് ഗുഡ്രീഡ്സ്. വലിയൊരു കാര്യം എന്താ വെച്ചാൽ ഗുഡ്രീഡ്സിലെ എല്ലാ കൊല്ലം ഒരു അവാർഡ് നടക്കാറുണ്ട്, ഗുഡ്രീഡ്സ് അവാർഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു കൊല്ലം ഏറ്റവും കൂടുതൽ ഫേമസ് ആയ അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള ബുക്സിനെ എല്ലാവരും ചേർന്ന് വോട്ട് ചെയ്തിട്ട് വിജയിപ്പിക്കും ഓരോ കാറ്റഗറിയിൽ. ലൈക്ക് ത്രില്ലറിൽ, ഹൊററിൽ, അങ്ങനെ എല്ലാ ജോൺറയിലും എല്ലാവരുടെയും വോട്ടിംഗ് വെച്ചിട്ട് ആണ് ആ ബുക്സ് സെലക്റ്റഡ് ആവുന്നത്. അതൊരു ബിഗ് തിങ് ആണ്. കാരണം ഒരുപാട് പേര് പങ്കെടുക്കുന്ന ഒരു കാര്യമാണ്. ഈവൻ ഞാൻ എല്ലാ കൊല്ലം വോട്ട് ചെയ്യാറുണ്ട്. സോ ഇതൊക്കെ ഉണ്ടാവുന്നിടത്തോളം കാലം എനിക്ക് തോന്നുന്നില്ല ബാക്കി ആപ്സിനൊന്നും ഗുഡ്രീഡ്സിനെ വെട്ടിക്കാൻ പറ്റുന്നു. പക്ഷേ ഗുഡ്രീഡ്സ് ഞാൻ പറഞ്ഞല്ലോ, ഒരു ആപ്പ് എന്ന സെൻസിൽ നമുക്ക് ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ കഴിയില്ല. കാരണം പെട്ടെന്ന് ലാഗ് ചെയ്തിട്ടുമൊക്കെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വേസ്റ്റ് ആണ്. അപ്പോൾ ബേസിക് ആയിട്ട് നിങ്ങളുള്ള കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗുഡ്രീഡ്സ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ സ്റ്റോറിഗ്രാഫ് ഇറങ്ങിയിട്ട് ലൈക്ക് 3 years ആയിട്ടുള്ളൂ. അപ്പോൾ അതിലും ഇതുപോലെ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം സ്റ്റോറിഗ്രാഫിൽ. എന്നിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 2 സൈഡ് ഉണ്ട്. ഫ്രീ ആയിട്ടുള്ള സൈഡും ഉണ്ട്, പ്രീമിയം ആയിട്ടുള്ള സൈഡും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ഗുഡ്രീഡ്സ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, സ്റ്റോറിഗ്രാഫിന് 2 ഉണ്ട്. ഫ്രീ ആയിട്ടുള്ളത് നമുക്ക് പ്രിറ്റി മച്ച് എല്ലാം കിട്ടും. ബട്ട് പ്രീമിയത്തിൽ കുറച്ചും കൂടെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് ഒക്കെ കിട്ടും. സോ അങ്ങനെ പൈസ കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ UI ഒക്കെ കാണിച്ചു തരാം. ആണ് സ്റ്റോറിഗ്രാഫിലെ UI. സത്യം പറഞ്ഞാൽ ഞാൻ സ്റ്റോറിഗ്രാഫ് അധികം യൂസ് ചെയ്യാറേ ഇല്ല. ഞാൻ ഗുഡ്രീഡ്സ് ആണ് കൂടുതലും യൂസ് ചെയ്യാറ്. അപ്പോൾ ഇതിൽ സ്റ്റോറിഗ്രാഫിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഫസ്റ്റ് ഒരു ബിഗിനറാണ്, നിങ്ങൾ ഗുഡ്രീഡ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ സ്റ്റോറിഗ്രാഫ്. കാരണം ഒരു ക്രാഷിങ്ങോ ഒന്നുമില്ല. പിന്നെ ഒരു ആപ്പ് എന്ന രീതിയിൽ കംപ്ലീറ്റ്ലി ബെസ്റ്റാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരുപാട് പേരൊന്നും സ്റ്റോറിഗ്രാഫ് യൂസ് ചെയ്യുന്നില്ല. ഹോം പേജിൽ യു ക്യാൻ സീ, ഇവിടെയാണ് നമ്മളെ TBR വരുന്നത്, ഇവിടെയാണ് നമ്മൾ കറൻ്റ്ലി റീഡിങ് വരുന്നത്. പിന്നെ നമുക്കിവിടെ പോപ്പുലർ ആയിട്ടുള്ള ബുക്ക് കാണും. പിന്നെ നമുക്കിതാ ഇതുപോലൊരു റീഡിങ് ചാലഞ്ച് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എത്ര ബുക്സ് വായിക്കും എന്നുള്ളത് ഒരു കൊല്ലത്തിലുള്ള ഞാൻ ഇതിൽ അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് നിങ്ങൾ കാണാത്തത്. അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് വേറെ അതർ മന്ത്ലി ചാലഞ്ചസും അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഇയർലി ചാലഞ്ചസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ ഫണ്ണായിരിക്കും. ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായതുകൊണ്ട് ഇത് ഇറങ്ങിയ സമയത്ത് യൂസ് ചെയ്തിരുന്നു. അന്ന് ഞാൻ ഒരുപാട് ചാലഞ്ചസ് ചെയ്തിരുന്നു. പിന്നെ കമ്മ്യൂണിറ്റി സൈഡിൽ നിങ്ങൾക്ക് കാണാം, ആൾക്കാർ പോസ്റ്റ് ചെയ്ത ആൾക്കാർ ഇഷ്ടപ്പെട്ടു ആൾക്ക് ലൈക്ക് ചെയ്യാം, യു ക്യാൻ ലൈക്ക് അതൊക്കെ ചെയ്യാം. അപ്പോൾ അതുപോലെ അങ്ങനെയൊക്കെ കേട്ടോ. അതുപോലെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. സ്റ്റാറ്റ്സ് ആണ് ഇതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഞാനിതിൽ വായിക്കാത്തതുകൊണ്ടാണ്. വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് പൈ ചാർട്ട്സ് കിട്ടും. ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചത്, അതുപോലെ പേജ് നമ്പേഴ്സ്, ഫിക്ഷൻ, നോൺ ഫിക്ഷൻ, ജോൺറ, ഏറ്റവും കൂടുതൽ ഫോമാറ്റ്, എല്ലാം ഇതിലൊക്കെ നമുക്ക് നല്ലൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഗ്രാഫൊക്കെ കിട്ടും. നമ്മൾ ആ കൊല്ലം വായിച്ച രീതിയെ പറ്റിയിട്ടുള്ള സ്റ്റാറ്റ്സ്, അതാണ് ഇതിൻ്റെ ഒരു ബെസ്റ്റ് തിങ് കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ പ്ലസ് പോവുകയാണെങ്കിൽ, സബ്സ്ക്രിപ്ഷൻ എടുത്ത് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ലൊരു ഇത് കിട്ടും. സോ അതൊക്കെയാണ് ഇതിലുള്ളത്.
പിന്നെ എനിക്ക് സ്റ്റോറിഗ്രാഫിനെ പറ്റി പറയാനുള്ളത്, സ്റ്റോറിഗ്രാഫിൽ നല്ല റെക്കമെൻഡേഷൻസ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു സ്റ്റോറിഗ്രാഫാണ് കുറച്ചും കൂടെ നല്ലതെന്ന് കേട്ടോ. നമുക്ക് ഒരു ബുക്ക്, ഇപ്പം ഞാൻ ഒരു ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഇത് ഏതാണ്, ഫിക്ഷൻ, റൊമാൻസ്, ഡാർക്ക്, ഇമോഷണൽ, ഫണ്ണി, മീഡിയം പേസ്ഡ്, നമുക്ക് എല്ലാ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ആ ബുക്കിൻ്റെ അടിയിൽ തന്നെ അവൈലബിൾ ആണ്. ഇതൊന്നും ഗുഡ് റീഡ്സിൽ അവൈലബിൾ അല്ല. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ പേജസ് അവിടെ തന്നെ കാണാൻ പറ്റും, പിന്നെ എന്ന് പബ്ലിഷ് ചെയ്ത് എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ കാണാൻ പറ്റും. ഇവിടെ തന്നെ നമുക്ക് എല്ലാം അത് കറൻ്റ്ലി റീഡിങ് ആക്കാം, DNF ചെയ്യാം, ടു റീഡ് TBRലേക്ക് ആഡ് ചെയ്യാം. സോ അങ്ങനത്തെ ഒക്കെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഇതുപോലെ റെക്കമെൻഡേഷൻസും അവൈലബിൾ ആണ്. നിങ്ങൾ പ്ലസ് മെമ്പർ ആണെന്നുണ്ടെങ്കിൽ റെക്കമെൻഡേഷൻസ് അവൈലബിൾ ആണ്. കുറച്ചുകൂടെ കസ്റ്റമൈസ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള, നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ വായിക്കുമ്പോൾ അപ്ഡേറ്റ് ചെയ്യുമല്ലോ, അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ചുള്ള റെക്കമെൻഡേഷൻസ് അവർ തരും. സോ അതെനിക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിരുന്നു കേട്ടോ ഇതിൽ. പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഗുഡ് റീഡ്സിലാണെങ്കിൽ ഹോം പേജിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഗുഡ് റീഡ്സിൽ നമ്മളെ കണ്ണ് തട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ, ഇവിടെയൊക്കെ ബുക്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇതിലെന്തെങ്കിലുമൊക്കെ ഒന്ന് നമ്മുടെ കണ്ണിൽ പെടും. നേരെ മറിച്ച് സ്റ്റോറിഗ്രാഫിൻ്റെത് കംപ്ലീറ്റ്ലി ബെയറാണ്. കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നമുക്കിങ്ങനെ ബുക്സ് കാണാൻ കഴിയുള്ളൂ. ഇവിടെയൊക്കെ പിന്നെ എന്താ പറയുക, നമ്മൾ വായിക്കുന്ന ബുക്സും അതൊക്കെയാണ്. പിന്നെ ഈ പോപ്പുലർ ആണെങ്കിൽ ഇതിനൊന്നും കവർ കൊടുത്തില്ല. അപ്പോൾ പ്രെറ്റി മച്ച് എന്താ പറയുക, ഒരു ഐ ക്യാച്ചിങ് അല്ല, നമ്മുടെ കണ്ണെത്തിപ്പെടാത്ത. നേരെ മറിച്ച് ഒരു ഗുഡ് റീഡ് യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഹോം പേജിൽ തന്നെ എനിക്ക് ഒരുപാട് ഞാനിത് വായിക്കണം എന്ന് വിചാരിച്ചിരുന്നു. അപ്പം തന്നെ എനിക്ക് പോയി TBRൽ ആഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ഫെസിലിറ്റി എനിക്ക് ഗുഡ് റീഡ്സിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പ്രെറ്റി മച്ച് അധികം കമ്മ്യൂണിറ്റി ഒന്നും ആവശ്യമില്ല. നിങ്ങൾ വായിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് ട്രാക്ക് ചെയ്യണം. അതും നിങ്ങൾക്കും ആപ്പായിട്ടാണ് യൂസ് ചെയ്യേണ്ടത്, വെബ്സൈറ്റ് ആയിട്ടല്ല. എന്നാൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ സ്റ്റോറിഗ്രാഫ്. നെക്സ്റ്റ് പറയാൻ പോകുന്ന ആപ്പ് ഒരു ട്രാക്കിംഗ് ആപ്പാണോ എന്ന് ചോദിച്ചാൽ ട്രാക്കിംഗ് ആപ്പാണ്. ബട്ട് ഞാനിത് ട്രാക്ക് ചെയ്യാനല്ല യൂസ് ചെയ്യുന്നത്. അതാണ് ഫേബിൾ. അപ്പോൾ ഇപ്പം അടുത്ത് ഇറങ്ങിയ ഒരു ആപ്പാട്ടോ, ഐ തിങ്ക് 1 year ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഫേബിളിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എനിക്ക് ബഡ്ഡി റീഡിങ് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് ഞാൻ വായിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ കൂടെ വായിക്കാൻ ഒരാൾ. എൻ്റെ ലൈഫിൽ സത്യം പറഞ്ഞാൽ എൻ്റെ ഫാമിലിയിൽ സർക്കിളിലൊന്നും ആരും തന്നെ ബുക്ക് വായിക്കുന്ന ആൾക്കാരല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ കൂടെ വായിക്കാൻ ആൾക്കാരെ കിട്ടാറില്ല. അപ്പൊ ഞാൻ അതിന് യൂസ് ചെയ്യുന്നതാണ് ഫേബിൾ. അപ്പൊ ഫേബിളിലുള്ളൊരു ഭയങ്കര സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതിലും ചെയ്യാം, ആഡ് ചെയ്യാം, TBR ആഡ് ചെയ്യാം. സോ അതിൽ നല്ല റെക്കമെൻഡേഷൻ സ്കീം ഉണ്ട്. ലൈക്ക് നമുക്ക് വേണ്ട പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ അവർ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് തരും. നമ്മളെ മൂഡ് അനുസരിച്ച് നമുക്കൊരു ക്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർ റെക്കമെൻഡേഷൻസ് ചെയ്തുതരും. അതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഫേബിളിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ സ്ട്രീക്ക് ഉണ്ട്. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ കയറിയിട്ട് നമ്മൾ ഐ റെഡ് എന്ന് നിൽക്കി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ സ്ട്രീക്ക് കിട്ടും. അപ്പോൾ ഡെയിലി കയറിയിട്ട് അത് നിൽക്കുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഓരോ സ്ട്രീക്ക് കിട്ടും. അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ സ്റ്റോറിഗ്രാഫിൽ കിട്ടുന്ന പോലത്തെ സ്റ്റാറ്റ്സ് അതിലും അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നമുക്ക് എല്ലാം സ്റ്റാറ്റ്സും നമ്മുടെ ജോൺറി വൈസ് എത്ര ബുക്ക് വായിച്ചു അതൊക്കെ അതിലും അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫേബിളിന്റെ മെയിൻ യൂസ് ആണ് ബഡ്ഡി റീഡിങ്. സപ്പോസ് എനിക്കൊരു ബുക്ക് വായിക്കണം, അപ്പൊ ഞാൻ അതില് ആ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്ന ക്ലബ്സ്, ഒരുപാട് ക്ലബ്സ് ഉണ്ട് ഫേബിളിൽ. അപ്പൊ അതിൽ പോയിട്ട് ജോയിൻ ചെയ്ത് ഇതൊക്കെ കംപ്ലീറ്റ്ലി ഫ്രീ ആട്ടോ. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഓരോ ചാപ്റ്റർ വൈസ് നമുക്ക് അപ്ഡേറ്റ്സ് കൊടുക്കാം. അപ്പോൾ സപ്പോസ് ഞാൻ ഒരു ബുക്ക് വായിച്ചു തുടങ്ങി, അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് അവളും വായിച്ചു തുടങ്ങി. അപ്പം ഞാൻ ചാപ്റ്റർ 3 എത്തി, അവൾ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പം ഞാൻ ചാപ്റ്റർ 1 കഴിഞ്ഞപ്പോൾ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ അതിൽ എഴുതിയിട്ടുണ്ടാവും. ചാപ്റ്റർ 1 നേരെ എനിക്ക് എന്ത് എഴുതാം, എനിക്കെന്താണ് ചാപ്റ്റർ 1 പറ്റി തോന്നിയത് എന്നുള്ളത് എഴുതാം. അപ്പം ആ ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് ചാപ്റ്റർ 1 ഞാൻ എഴുതിയതിനെ പറ്റിയിട്ട് വായിക്കാം. അപ്പം അവള് ആ ചാപ്റ്റർ 1 വായിച്ചു കഴിഞ്ഞാൽ അവൾക്കത് വായിക്കുമ്പോൾ കുറച്ചും കൂടെ എന്താ പറയുക, എൻ്റെ തോട്ട്സ് ഒക്കെ അറിയാൻ പറ്റും. അതുപോലെ ഞാൻ ചാപ്റ്റർ 3 ആണല്ലോ, അപ്പോൾ ചാപ്റ്റർ 5 or 6 എത്തിയ ആൾക്കാർ കുറേ അപ്ഡേറ്റ്സ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വായിച്ചു കഴിഞ്ഞ് എനിക്ക് അതിൽ പോയിട്ട് അവരുടെ
തിങ്കിങ് ഇങ്ങനെയൊക്കെ ആയിരുന്നു അല്ല. അപ്പോൾ നമ്മൾ ടുഗദർ എല്ലാവരും ഒപ്പം വായിക്കുന്ന ഒരു ഫീൽ ഉണ്ടായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫേബിൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫേബിൾ ഞാൻ പ്രെറ്റി മച്ച് ബഡി റീഡിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. ഗുഡ് റീഡ്സ് ഞാൻ യൂസ് ചെയ്യുന്നത് ട്രാക്കിങ്ങിന്. നിങ്ങൾ ഇതുവരെ ഒരു ആപ്പും യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ചൂസ് ഐദർ സ്റ്റോറിഗ്രാഫ് അല്ലെങ്കിൽ ഫേബിൾ. നിങ്ങൾക്ക് ബഡി റീഡിങ് എന്നുള്ള രീതിയിൽ ക്ലബ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ഫേബിൾ. ഇനി നിങ്ങൾക്ക് സോഷ്യലി ആയിട്ട് ഒരുപാട് കമ്മ്യൂണിറ്റി, ഒരുപാട് ഗ്രൂപ്പ്സ് അങ്ങനത്തെ ഒക്കെ ലെവലിൽ പോകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുക്കിനെ പറ്റി അറിയണം, റിവ്യൂസ് അറിയണം, നിങ്ങൾക്ക് റിവ്യൂസ് എഴുതണം, മറ്റുള്ളവരെന്താ അങ്ങനത്തതൊക്കെയാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ഗുഡ് റീഡ്സ്. അപ്പോൾ നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലപ്പുറം വേറെ ഏതെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ ഈ ചാനലിൽ ബുക്ക് റിവ്യൂസ്, ബുക്ക് റെക്കമെൻഡേഷൻസ് ഒക്കെ ആയിരിക്കും ചെയ്യുന്നത്. സോ ഇഫ് യു ലവ് മൈ കോണ്ടന്റ്, ഡെഫിനറ്റ്ലി ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. I will see you with another video. Till then, bye bye and take care.